ഹായ് മക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മക്കളെ, നമ്മുടെ +1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് സെറ്റ്സ്. ഓക്കെ, എന്നാലോ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം, അതിന്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ സാർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിച്ചു. യെസ്, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. ഓക്കെ അല്ലേ മക്കളെ, നമുക്ക് ഇവിടെ ഒരുപാട് സെറ്റുകളുടെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. അതിന് നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റീജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റ് പ്രകാരം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റീജർ ആണ്. ഓക്കെ, ഇന്റീജർ എന്താന്ന് നമുക്കറിയാം. ഓക്കെ, ആ ഇന്റീജറിന്റെ വാല്യൂ വരുന്നത് -3 മുതൽ +7 വരെയാണ്. ഓക്കെ അല്ലേ മക്കളെ, അപ്പോൾ ഇതിനിടയിലുള്ള ഇന്റിജേഴ്സിനെ നമുക്ക് ഒരു കേളി ബ്രേസസിനകത്ത് എഴുതി കഴിഞ്ഞാൽ മക്കളെ ഇതിന്റെ റോസ്റ്റർ ഫോം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ, അതായത് എ ഈക്വൽ ടു സെറ്റ്. ഓക്കെ അല്ലേ മക്കളെ, -3 മുതൽ 7 വരെ. പക്ഷെ -3 7 ഇൻക്ലൂഡഡ് ആണോ? അല്ല. കാരണം ഇൻക്ലൂഡഡ് ആണെങ്കിൽ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന സിമ്പൽ ഉണ്ടായാണ്. പക്ഷെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ -3 എന്ന് പറയുന്ന വാല്യൂ എടുക്കണ്ട. ഓക്കെ, അപ്പൊ -3 കഴിഞ്ഞിട്ടുള്ള ഇന്റിജർ എന്ന് പറഞ്ഞാൽ -2 ആണ്. നെക്സ്റ്റ് വൺ -1 0 1 2 3 4 5 6 7 എഴുതേണ്ട ആവശ്യമുണ്ടോ? മക്കളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെയും നമുക്ക് ലെസ് ദാൻ എന്ന് പറയുന്ന സിമ്പിൾ മാത്രമേ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല. അതുകൊണ്ട് നമുക്ക് 7 ഇൻക്ലൂഡ് ചെയ്യേണ്ട. 6 വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമ്മുടെ സെറ്റിൽ വരാം. ഓക്കെ അല്ലേ മക്കളെ, എ ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ. യെസ്, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. ഓക്കെ, അപ്പോൾ സെറ്റ് ബി എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. 10നേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. ഓക്കെ, 10നേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ 2 ആണ്. നെക്സ്റ്റ് നമ്പർ 3, 4 ഇല്ല, 5 ആണ് അടുത്ത നമ്പർ. നെക്സ്റ്റ് വൺ 7. ഓക്കെ, അടുത്ത നമ്പർ പ്രൈം നമ്പർ ആയിട്ട് വരുന്നത് 11 ആണ്. പക്ഷെ അത് 10നേക്കാൾ വലുതാണ്. നമുക്ക് 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് മാത്രം മതി. സോ ഇതായിരിക്കും നമ്മുടെ സെറ്റ് ബി. ക്ലിയർ അല്ലേ മക്കളെ? ആൻഡ് സെറ്റ് സി എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ആൻ ഇന്റിജർ -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. അതായത് ഈ ഫ്രാക്ഷൻസിന്റെ ഇടയിലുള്ള ഇന്റിജേഴ്സ് ആണ് നമ്മുടെ എക്സ് ആയിട്ട് വരുന്നത്. സെറ്റ് സിയിൽ എക്സ് ആയിട്ട് വരുന്നത് ഇതിനിടയിലുള്ള ഇന്റിജേഴ്സ് ആണ്, ഫ്രാക്ഷൻസ് അല്ല, ഇന്റിജേഴ്സ് ആണ്. ഓക്കെ അല്ലേ മക്കളെ, അപ്പോൾ നമുക്ക് ഇതിനിടയിലുള്ള ഫ്രാക്ഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, -1/2. ഓക്കെ, അത് കഴിഞ്ഞാൽ 0 1/2 2/2 3/2 4/2 5/2 6/2 7/2 8/2 ആൻഡ് ഫൈനലി 9/2. ഓക്കെ അല്ലേ മക്കളെ, ഇത്രയും ഫ്രാക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനിടയിലുള്ള ഇന്റിജേഴ്സ് നമുക്ക് നോക്കാം മക്കളെ. 1/2 ഇന്റിജർ ആണോ? ഇന്റിജർ അല്ല. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതൊരു ഇന്റിജർ ആണ്. 3/2 1.5 ഇന്റിജർ അല്ല. ഓക്കെ, ഇത് 4/2 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആണ്, ഇതും ഒരു ഇന്റിജർ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? 5/2 ഇന്റിജർ ആണോ? ഇന്റിജർ അല്ല, ഡെസിമൽ നമ്പർ ആണ് കിട്ടുക. ഓക്കെ അല്ലേ? 6/2 3 ആണ്, അതൊരു ഇന്റിജർ ആണ്. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് വൺ, എടാ 0 ഇൻക്ലൂഡ് ആണ് കേട്ടോ. 0 ഒരു ഇന്റിജർ ആണ്. സോ 0 നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ആൻഡ് 7/2 ഇന്റിജർ അല്ല. 8/2 4 അതൊരു ഇന്റിജർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്റിജർ വാല്യൂസ് ആയിട്ട് വരുന്നത് ഇത്രയും നമ്പേഴ്സ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? സി എന്ന് പറയുന്ന സെറ്റ് 0 1 2 3 ആൻഡ് 4. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻഡ് ഫൈനലി ഡി ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. എക്സ് ഈസ് ആൻ ഇന്റീജർ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. നമ്മൾ x² ഇസ് ഈക്വൽ ടു 4 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ വരുന്നത് ±√4 ആണ്, എല്ലാവർക്കും അറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ വരുന്നത് ±2 ആണ്. മക്കളെ, ഇതുപോലെ റിലേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ അതിനെ മാറ്റി അതിന്റെ വാല്യൂസ്, എക്സിന് പറ്റുന്ന വാല്യൂസ് കണ്ടുപിടിക്കാം, +or -2. അതായത്
ഡി എന്ന് പറയുന്ന സെറ്റിന്റെ വാല്യൂസ് -2 മുതൽ +2 വരെ ആയിരിക്കും. -2, -1, 0, 1, 2 ഇതായിരിക്കും നമ്മുടെ എക്സിന് വരുന്ന വാല്യൂസ്. സോ ഡി എന്ന് പറയുന്ന സെറ്റ് -2, -1, 0, 1, 2. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഓക്കെ അല്ലേ മക്കളെ? 3 എലമെന്റ്സ് ആണ് എ എന്ന് പറയുന്ന സെറ്റിലുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ സബ്സെറ്റ് ആണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടെന്നാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ 3 എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് സബ്സെറ്റ്സ് നമുക്കറിയാം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2⁻³ ആയിരിക്കും. 3 എലമെന്റ്സ് ആണെങ്കിൽ 2⁻³ ആയിരിക്കും. അതായത് 2 × 2 × 2. ആൻസർ വരുന്നത് 8 ആണ്. അതായത് ഈ സെറ്റിന് 8 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 8 സബ്സെറ്റുകൾ നമുക്ക് ഇവിടെ വേണം. ആലോചിക്കുക, ഒന്നാമത്തെ എലമെന്റ് 1 ആണ്. അപ്പൊ ആദ്യത്തെ സബ്സെറ്റില് 1 ഒരു സെറ്റ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് സബ്സെറ്റ് ആയിട്ട് 2 എഴുതാം. നെക്സ്റ്റ് 1 3 എഴുതാം. ഓക്കെ, 3 സബ്സെറ്റുകൾ ആയിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ, 3 സബ്സെറ്റുകൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 എലമെന്റ്സ് ഉൾക്കൊള്ളുന്ന ഒരു സബ്സെറ്റ് കൂടി ഉണ്ടാക്കാം. സെറ്റ് 1, 2. ഫസ്റ്റ് വൺ സെറ്റ് 1, 2 ആണ്. നെക്സ്റ്റ് വൺ സെറ്റ് 2, 3. ഓക്കെ, 1, 2, 2, 3. അടുത്ത സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 1, 3 ആണ്. സെറ്റ് 1, 3 എന്താണ്? സബ്സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ സിംഗിൾ ആയിട്ട് വരുന്ന സബ്സെറ്റ് എഴുതാം, ഡബിൾ ആയിട്ട് ഫോം ചെയ്യുന്ന സബ്സെറ്റ് എഴുതാം. ഓക്കെ, ഫൈനലി നമ്മുടെ സെറ്റ് എ. ഓക്കെ, സെറ്റ് എ എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണ്. ഓക്കെ, സെറ്റ് എയുടെ സബ്സെറ്റ് ആയിട്ട് ഇതേ സെറ്റ് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 7 സബ്സെറ്റ് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ലാസ്റ്റ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് അപ്പോൾ ഈ ഒരു സെറ്റിന്റെ സബ്സെറ്റുകളായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ഓക്കെ മക്കളെ, നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following is equal to set x such that x belongs to R 3 less than x less than or equal to 5? മക്കളെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നോക്കാം, ലെസ് ദാൻ എന്ന് മാത്രമാണെങ്കിൽ നമുക്കറിയാം അവിടെ വരുന്നത് ഓപ്പൺ ഇന്റർവൽ ആയിരിക്കും. ഓപ്പൺ ഇന്റർവൽ ആണ്. സോ ഓപ്പൺ ഇന്റർവൽ 3 ആണ് നമുക്ക് ആദ്യം വരുന്നത്. ഓക്കെ, ആൻഡ് 5 വരെയാണ്. 5 ഇൻക്ലൂഡഡ് ആണോ? ഇൻക്ലൂഡഡ് ആണ്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വന്നേക്കുന്നത്. സോ 3, 5. ഓക്കെ, ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ എന്താ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് കൊടുക്കുക. സോ ഓപ്ഷൻ എ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് നാലാമത്തെ ഓപ്ഷൻ ആണ്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഓപ്പൺ ഇന്റർവൽ 3, ക്ലോസ്ഡ് ഇന്റർവൽ 5. ഓക്കെ അല്ലേ? യെസ്, നമ്മുടെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. ബി ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ് സച്ച് ദാറ്റ് A belongs to B, then A union B is. വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അതായത് എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് ആണ്. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്താണ് എന്നാണ് ചോദ്യം. ഒരു എക്സാമ്പിൾ സാർ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ മക്കളെ? അതായത് എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം, എയിലെ എലമെന്റ് 1 ആണ്, ബിയുടെ എലമെന്റ്സ് 1, 2, 3 ആണ്. നമുക്ക് പറയാവുന്ന കാര്യം എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് നമുക്ക് ഈസിലി പറയാം. കാരണം സെറ്റ് എയിലെ എലമെന്റ്സ് എവിടെയുണ്ട്? സെറ്റ് ബിയിലുണ്ട്. 1 എന്ന് പറയുന്ന എലമെന്റ് സെറ്റ് ബിയിലുള്ളത് കൊണ്ട് എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എ യൂണിയൻ ബി, ഇതിന്റെ എ യൂണിയൻ ബി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 2 സെറ്റിലെയും എലമെന്റ്സിനെ ഒരുമിച്ച് എഴുതാം. ഓക്കെ, ഫസ്റ്റ് എലമെന്റ്, ഓക്കെ, സെക്കൻഡ് ആൻഡ് തേർഡ്, 3 എലമെന്റ്സ് നമ്മൾ എഴുതി. മക്കളെ, ഈ സെറ്റ് നോക്കി, ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി അല്ലെ? എയിലെയും ബിയിലെയും എലമെന്റ്സ് നമ്മൾ ഒരുമിച്ച് എഴുതിയപ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റ് എന്താ? സെറ്റ് ബി അല്ലേ? ഇത് തന്നെയല്ലേ സെറ്റ് ബി? സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ബി ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് യെസ് സെറ്റ് ബി ആയിരിക്കും. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റ് ബി ആയിരിക്കും. ക്ലിയർ അല്ല മക്കളെ? രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റ് ബി. ഓക്കെ, ആൻഡ് സി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇഫ് യു ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ഈസ് എനി സെറ്റ്, then
യു ഇന്റർസെക്ഷൻ എ. യു എന്ന് പറഞ്ഞാൽ വലിയൊരു സെറ്റാണ്. ഓക്കെ, വലിയൊരു സെറ്റാണ്. എ എന്ന് പറഞ്ഞാൽ എനി സെറ്റ്. അങ്ങനെയാണെങ്കിൽ യു ഇന്റർസെക്ഷൻ എ, യു എ എന്നിവ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ മക്കളെ നമുക്ക് എന്താണ് കിട്ടുക? ആലോചിച്ച് നോക്കുക. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്, ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ വേറൊരു സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് അല്ലേ നമ്മൾ ഇന്റർസെക്ഷനിൽ വരുന്നത്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലും യുയിലും എയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, യുയിലും എയിലും കോമൺ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? അത് എ ആയിരിക്കും കേട്ടോ. സോ സി ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. യെസ്, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? രണ്ടാമത്തെ ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഓപ്പറേഷൻസ് ആണ്. സെറ്റുകൾ ഉപയോഗിച്ചുള്ള ഓപ്പറേഷൻസ് നമുക്കെല്ലാം അറിയാം. യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 2 3 4 5, ബി ഈക്വൽ ടു സെറ്റ് 4 5 6 7. രണ്ട് സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ റൈറ്റ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. അതാണ് എ ക്വസ്റ്റ്യൻ വരുന്നത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെന്റ്സ് ഒരുമിച്ച് ഒരു സെറ്റിനകത്ത് എഴുതാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ, ഓക്കെ ശ്രദ്ധിക്കാം, സെറ്റ് എയിൽ 2 3 4 5, ബിയിൽ 4 5 6 7. സോ എല്ലാ എലമെന്റ്സും കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ 2 3 4 5 എഴുതി. സെറ്റ് എയിൽ എലമെന്റ്സ് എഴുതി. ഇനി ബിയിൽ എലമെന്റ്സ് നോക്കാം, 4 5 6 7. ഓക്കെ, ഓൾറെഡി 4 5 നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി രണ്ടാമത് അത് എഴുതണ്ട. ബാക്കിയുള്ളത് 6 7. ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ബി ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റ് ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു, മക്കളെ രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ട് വരുന്നത് 4 5 4 5 അല്ലേ? സോ 4,5 ആണ് എ ഇന്റർസെക്ഷൻ ബി ആയിട്ട് വരുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ സി ആണ്. സി ക്വസ്റ്റ്യൻ എ മൈനസ് ബി. എ മൈനസ് ബി കണ്ടുപിടിക്കണം. എ മൈനസ് ബി. ഓക്കെ മക്കളെ, എ മൈനസ് ബി കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി സാറ് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. എ മൈനസ് ബിയുടെ മീനിങ് എയിലുള്ളത് ബിയിലില്ലാത്തത്. ഓക്കെ അല്ലേ മക്കളെ? അതായത് എയിലെയും ബിയിലെയും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കുക. കോമൺ എലമെന്റ്സ് 4 5 ആൻഡ് ഇവിടെ 4 5. ഓക്കെ, അപ്പൊ എ മൈനസ് ബി ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഈ കോമൺ എലമെന്റ്സ് ഒഴികെ എയിലുള്ള എലമെന്റ്സ് എഴുതാം. കോമൺ എലമെന്റ്സ് ഒഴിച്ച് എയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 2 3 അല്ലേ? അതായിരിക്കും നമ്മുടെ എ മൈനസ് ബി ആയിട്ട് വരുന്നത്. സോ സെറ്റ് 2 3 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ഡി ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ബി മൈനസ് എ. ബി മൈനസ് എ കണ്ടുപിടിക്കണം. എ മൈനസ് ബി നമ്മൾ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് സിമിലർ മെത്തേഡിലാണ് നമ്മൾ ബി മൈനസ് എ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കുക. കോമൺ എലമെന്റ്സ് നോക്കാം. ഓക്കെ അല്ലേ? ആ കോമൺ എലമെന്റ്സ് ഒഴികെ ബിയിലുള്ള സെറ്റ്, ഫസ്റ്റ് സെറ്റ് ബി അല്ലേ മക്കളെ? അപ്പൊ കോമൺ എലമെന്റ്സ് ഒഴികെ ബിയിലുള്ള നമ്പേഴ്സ് ഏതാണോ, ബിയിലുള്ള എലമെന്റ്സ് ഏതാണോ അത് എടുത്തെഴുതിയാൽ മതി. 6 7 അല്ലെ? 4 5 കോമൺ ആണ്. അതൊഴികെ ബിയിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 6 7 ആണ്. സോ സെറ്റ് 6 7 ആണ്. ബി മൈനസ് എ ആണ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് നോക്കുക. എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. അപ്പൊ നമുക്ക് ഓരോ സൈഡായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡ് പറയുന്നത്? സോറി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പറയുന്നത് എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എ യൂണിയൻ ബി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 2 3 4 5 6 7 ആണ്. ഓക്കെ, ഇനി എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 4 5 ആണ്. ഓക്കെ അല്ലേ മക്കളെ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 4 5 ആണ്. ഓക്കെ അല്ലേ മക്കളെ? രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. രണ്ടും തമ്മിൽ മൈനസ് ചെയ്യണം. സോ എ യൂണിയൻ ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കുറച്ചാൽ എന്താണ് കിട്ടുക? നമ്മൾ ഡിഫറൻസ് കാണാനുള്ള കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നിങ്ങൾ ആദ്യം നോക്കുക. ഓക്കെ അല്ലേ മക്കളെ? 4 5 ഇവിടെ, 4 5 ഇവിടെ, ഇവിടെയും 4 5. രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കുക. 4 5 4 5 കിട്ടി.
ഇതൊഴികെ എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സ് ആണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇതൊഴികെ ഈ രണ്ട് എലമെന്റ്സ് ഒഴികെ എ യൂണിയൻ ബിയിൽ വരുന്ന എലമെന്റ്സ് ആണ് ഡിഫറൻസിൽ വരിക. ഓക്കെ അല്ലേ മക്കളെ? ഒഴികെയുള്ള 2, 3, 6, 7 ഇതാണ് നമ്മുടെ ഡിഫറൻസ് ആയിട്ട് വരിക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ നോക്കാം. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ, എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ മക്കളെ രണ്ടും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. എ മൈനസ് ബി എന്താ മക്കളെ? 2, 3 ആണ്. ബി മൈനസ് എ 6, 7 ആണ്. അപ്പൊ യൂണിയൻ ചെയ്യാൻ പറഞ്ഞാൽ രണ്ട് സെറ്റിലെയും എലമെന്റ്സ് ഒരുമിച്ച് അങ്ങോട്ട് എഴുതാം അല്ലെ? രണ്ട് സെറ്റിലെയും എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോ സെറ്റ് എ മൈനസ് ബിയിലെ എലമെന്റ്സ് 2, 3 ആണ്. 2, 3 സാർ ആദ്യം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബി മൈനസ് എയിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 6, 7 ആണ്. ഓക്കെ, അപ്പൊ രണ്ട് എലമെന്റ്സും ഒറ്റ സെറ്റിൽ എഴുതിയാൽ നമുക്ക് അതിന്റെ യൂണിയൻ കിട്ടും. ഓക്കെ ആണെങ്കിൽ ടാറ്റ അടിച്ച മക്കളെ, നമ്മളോട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞു. നമ്മൾ രണ്ടും കണ്ടുപിടിച്ചു. രണ്ട് കണ്ടുപിടിച്ചപ്പോൾ സെയിം ആയിട്ട് വന്നില്ലേ മക്കളെ? 2, 3, 6, 7 ഇവിടെയും 2, 3, 6, 7. സോ രണ്ടും സെയിം ആണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തു. താഴെ ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞെഴുതിയാൽ മതി. ഹെൻസ് proved. ഓക്കെ അല്ലേ മക്കളെ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേഷൻ സെറ്റിന്റെ ഓപ്പറേഷൻസ് എല്ലാം മക്കൾ എന്താ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ ഓക്കെ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കിവിടെ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് 1, 2, 3 മുതൽ 9 വരെയാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് വരുന്നത്. സെറ്റ് എ 2, 4, 6, 8, സെറ്റ് ബി 2, 3, 5, 7. ഫൈൻഡ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ? എ ഡാഷ് ആൻഡ് ബി ഡാഷ്, എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്, ബി ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി, സി ക്വസ്റ്റ്യൻ എ ഇന്റർസെക്ഷൻ ബി. വെരിഫൈ ദാറ്റ് A union B all dash is equal to A dash intersection B dash. Okay, ഈ ക്വസ്റ്റ്യൻ വരുന്നത് വെരിഫൈ ദാറ്റ് A intersection B dash equal to A dash union B dash. മക്കളെ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഒരു റോ ആയിട്ട് നമ്മൾ ഇതിനെ പറയാറുണ്ട്, ഡി മോർഗാൻസ് റോ. ഇത് വെരിഫൈ ചെയ്യാൻ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ഇത് മക്കൾ കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് എ ഡാഷ് ആൻഡ് ബി ഡാഷ്. ഓക്കെ അല്ലേ മക്കളെ? എ ഡാഷ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, എ ഡാഷ് കണ്ടുപിടിക്കാൻ നിങ്ങൾ യുവിൽ നിന്ന് എ മൈനസ് ചെയ്താൽ മതി. യുവിൽ നിന്ന് എ മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഇതാണ്. എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ഓക്കെ, അപ്പൊ യുവിൽ നിന്ന് എ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആദ്യം നോക്കുക. ഓക്കെ മക്കളെ, ഇവിടെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 2 കോമൺ ആണ്. ഇവിടെയും 2 ഉണ്ട്. യെസ്, അടുത്ത ആള് 4 ആണ് അല്ലെ? 4 ആണ്. യെസ്, ഇവിടെ 4, ഇവിടെ 4 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ 6. യെസ്, 6 കോമൺ ആണ്. നെക്സ്റ്റ് വൺ 8 കോമൺ ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും എലമെന്റ്സ് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഈ കോമൺ എലമെന്റ്സ് ഒഴികെ യു എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സ് ആണ് നമുക്ക് യു മൈനസ് എ ആയിട്ട് വരിക. സോ ഏതൊക്കെയാണ് ആ എലമെന്റ്സ് നോക്കാം മക്കളെ? 1 അല്ലെ? ഈ കോമൺ എലമെന്റ്സ് ഒഴികെ യുയിലുള്ള എലമെന്റ്സ്, ആദ്യത്തെ എലമെന്റ് 1 ആണ്. രണ്ടാമത്തെ എലമെന്റ് 3 ആണ്. നെക്സ്റ്റ് വൺ 5, നെക്സ്റ്റ് വൺ 7 ആൻഡ് ഫൈനലി 9. ഇതാണ് നമ്മുടെ എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എ ഡാഷ്. ക്ലിയർ അല്ലേ മക്കളെ? യു മൈനസ് എ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് വൺ ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോറി, ഇതിന്റെ കൂടെ ബി ഡാഷ് കൂടെ കണ്ടുപിടിക്കാനുണ്ട് അല്ലേ? ഓക്കെ, ബി ഡാഷ് കൂടെ കണ്ടുപിടിക്കാം. സെയിം മെത്തേഡിലൂടെ ബി ഡാഷ് കണ്ടുപിടിക്കാം. ബി ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് എ. യു മൈനസ് എ ആണ്. ഓക്കെ, അപ്പൊ യുവിൽ നിന്ന് എ അല്ല ബി കുറച്ചാൽ മതി. യുവിൽ നിന്ന് ബി കുറച്ചാൽ മതി. ബി ഡാഷ് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം, യു ബി രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോ രണ്ടിലെയും കോമൺ എലിമെന്റ്സ് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക കേട്ടോ. 2, 3, 5, 7. 2, 3, 5, 7. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ 2, 3, 5, 7 ആണ് ബിയിൽ എലമെന്റ്സ് വരിക. ഇത് യുയിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇതൊഴികെ യുയിലുള്ള എലമെന്റ്സ് ആയിരിക്കും നമ്മുടെ ബി കോംപ്ലിമെന്റ് ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ബി കോംപ്ലിമെന്റ് എഴുതുമ്പോൾ സെറ്റ് 1 എഴുതാം. ഓക്കെ, 2 എഴുതാൻ പറ്റില്ല കാരണം 2 കോമൺ ആണ്. 3 കോമൺ ആണ്. 4 എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ 6 എഴുതാം. 8 എഴുതാം. 9 എഴുതാം. കോമൺ എലമെന്റ്സ് ഒഴികെ ആദ്യത്തെ സെറ്റിലുള്ള എലമെന്റ്സ് ആണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ല മക്കളെ മെത്തേഡ്? സോ എ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. എ യൂണിയൻ ബി. എ യൂണിയൻ ബി, എയിലെയും ബിയിലെയും എലമെന്റ്സ് ഒരുമിച്ച് ഒരു സെറ്റിൽ എഴുതാം. ഓക്കെ മക്കളെ, എഴുതാം നമുക്ക്. 2,
2 3 ഉണ്ട് അല്ലേ, 3 അത് കഴിഞ്ഞ് 3 ഉണ്ട്, 3 എഴുതാം, 4 ഓർഡറിൽ തന്നെ എഴുതാൻ കുഴപ്പമില്ല, 4 and 5 6 7 8 നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിൽ 2 എലമെന്റ്സ് നമ്മൾ ക്ലബ് ചെയ്ത് ഒരു സെറ്റിലാക്കി എഴുതി. ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ് ആണ്. ഓക്കെ, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട്, പിന്നെ വേറെ എലമെന്റ്സ് ഒന്നും കോമൺ ആയിട്ടില്ല. സോ സെറ്റ് 2 ആണ് ഇതിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്. വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നമുക്കിത് വെരിഫൈ ചെയ്യണം. ഈ റൂളിന്റെ പേര് ഡി മോർഗാൻസ് ലോ എന്നാണ് കേട്ടോ. ഡി മോർഗാൻസ് ലോ മറക്കരുത്. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ തരില്ല, പകരം വെരിഫൈ ഡി മോർഗാൻസ് ലോ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയാണെങ്കിൽ കൂടി മക്കളെ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ? നമുക്ക് ആദ്യം ഇത് നോക്കാം. ഓക്കെ, അപ്പോൾ വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതാണ് വെരിഫൈ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. എന്താ? എൽ എച്ച് എസ് അല്ലെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു എന്താ? എ യൂണിയൻ ബി ഓൾ ഡാഷ്. അപ്പൊ എ യൂണിയൻ ബി ഓൾ ഡാഷ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഡാഷ് കണ്ടാൽ മക്കളെ ഓർത്തോ, അത് യുയിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. എന്തിന്റെ മുകളിലാണോ ഡാഷ് ഉള്ളത് അത് യുയിൽ നിന്ന് കുറയ്ക്കണം. എ യൂണിയൻ ബിയുടെ മുകളിലല്ല ഡാഷ്. സോ യുയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എ യൂണിയൻ ബി കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ യു നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ യു. യുയില് യു നോക്കാം, അതുപോലെ എ യൂണിയൻ ബി നോക്കാം. നമ്മുടെ കയ്യിൽ എ യൂണിയൻ ബി ഉണ്ട്, യു ഉണ്ട്. കോമൺ എലമെന്റ്സ് 2 3 4 5 6 7 8. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 2 3 4 5 6 7 8 ഈ എലമെന്റ്സ് ഒഴികെ യുയിലുള്ള എലമെന്റ്സ് പറഞ്ഞാൽ 1 ഉം 9 ഉം ആണല്ലേ. അപ്പോൾ 1 9 ആയിരിക്കും നമുക്ക് വേണ്ട എ യൂണിയൻ ബി ഓൾ ഡാഷ്. ക്ലിയർ അല്ലേ മക്കളെ? സോ എൽ എച്ച് എസ് നമുക്ക് കിട്ടി 1 9. ഓക്കെ, ഇനി നമുക്ക് ആർ എച്ച് എസ് നോക്കാം. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഓക്കെ അല്ലേ മക്കളെ? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളതാണ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ കോമൺ ആയിട്ട് വരുന്നത് 1 കോമൺ ആണ്, 3 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, ഒന്നുമില്ല. കോമൺ ആയിട്ട് വരുന്നത് 9 മാത്രമാണ് അല്ലേ. അപ്പോൾ സെറ്റ് 1 9 ആയിരിക്കും എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. മക്കളെ ഈ രണ്ട് സെറ്റുകളും നോക്കി, എൽ എച്ച് എസും അതുപോലെ ഈ കാണുന്ന ആർ എച്ച് എസ് നിങ്ങൾ നോക്കുക, രണ്ടും സെയിം തന്നെയല്ലേ കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ക്ലിയർ അല്ല മക്കളെ? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും അടിപൊളിയായിട്ട് ശ്രദ്ധിച്ച് എഴുതാം. ഓക്കെ, നമുക്ക് അടുത്ത ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഡി മോർഗാൻസ് ലോ തന്നെ മറ്റൊരു തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു തരത്തിലാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, യെസ്, ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വെരിഫൈ ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ്. മക്കളെ എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ഡാഷ് കണ്ടു കഴിഞ്ഞാൽ അത് യുയിൽ നിന്ന് മൈനസ് ചെയ്യുക എന്ന കാര്യം ഓർക്കുക കേട്ടോ. ഡാഷ് കണ്ടിട്ടുണ്ട്, സോ യുയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ കയ്യിൽ യു ഉണ്ട്, അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്. യു എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയിലും യുയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ആരാ? 2 അല്ലേ? 2 ആണ് കോമൺ. ഓക്കെ, അപ്പൊ 2 ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെന്റ്സും ഈ ഒരു സെറ്റിൽ വരും. ഓക്കെ, സെറ്റ് 1 1 3 4 5 6 7 8 9 ഇത്ര എലമെന്റ്സ് ആണ്. 2 ഒഴികെയുള്ള എല്ലാ എലമെന്റ്സും എന്തിൽ വരും? ഈ ഒരു സെറ്റിൽ വരും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് എൽ എച്ച് എസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഓക്കെ, നമുക്ക് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ഒന്ന് കണ്ടുപിടിക്കാം. എ ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്, ബി ഡാഷ് ഉണ്ട്. രണ്ട് സെറ്റിലെയും എലമെന്റ്സ് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? യൂണിയൻ കിട്ടും അല്ലെ. അപ്പൊ എ ഡാഷ് നോക്കുക, 1 3 5 7 9. ഓക്കെ മക്കളെ, സെറ്റ് 1 3 5 7 9. അതുപോലെ ബി ഡാഷ് എന്ന് പറഞ്ഞ ഇതാണ്. മക്കളെ ഇവിടെ 4 ഉണ്ടല്ലോ, സാർ 4 എഴുതിക്കോട്ടെ, കാരണം യൂണിയൻ അല്ലേ. നമുക്ക് എല്ലാ എലമെന്റ്സും എഴുതാം. 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന സെറ്റിൽ വരുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം ഈ രണ്ട് സെറ്റുകളും സെയിം അല്ലടാ. രണ്ട് സെറ്റുകളും സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എലമെന്റ്സ് എല്ലാം സെയിം ആണ്. സോ നമുക്ക് പറയാം ഹെൻസ് പ്രൂവ്ഡ്. ഹെൻസ് പ്രൂവ്ഡ്
hence proved A intersection B all dash is equal to A dash union B dash. ഇത്രയേ ഉള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ക്വസ്റ്റ്യൻ നോക്കാം. എ ഇന്റർസെക്ഷൻ എ ഡാഷ്. ഓക്കെ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്ന് ചിന്തിക്കുക മക്കളെ. എ ഇന്റർസെക്ഷൻ എ ഡാഷ്. ഓക്കെ, എയിലും എ ഡാഷിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ഏതാണ്? ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അതുപോലെ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സെറ്റും ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ഓക്കെ മക്കളെ, അപ്പൊ നമുക്കറിയാം എ ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ആണ്. ഓക്കെ, യുയിൽ ഉള്ളത് എയിൽ ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ എ ഡാഷിൽ വരുന്നത് എന്താ? യെസ്, എയിലില്ലാത്ത യുയിൽ എലമെന്റ്സ് ആണ്. എയിലില്ലാത്ത യുയിൽ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, എ ഇന്റർസെക്ഷൻ യു മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് എയിലുള്ളത്, ഇത് എയിലില്ലാത്ത സെറ്റ്. ഓക്കെ, അപ്പോൾ ഉള്ളതും ഇല്ലാത്തതും കോമൺ ആയിട്ട് വരുന്നത് എന്താ? ഒന്നും കോമൺ ആയിട്ട് വരില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ്? നൾ സെറ്റ് എന്ന് കേട്ടോ. സോ ഇതിന്റെ ആൻസർ വരുന്നത് നൾ സെറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നമുക്ക് വീണ്ടും രണ്ട് സെറ്റുകളുടെ സെറ്റ് ബിൽഡർ ഫോം ആണ് തന്നിട്ടുള്ളത്. എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 6. മക്കളെ, എന്താണ് ഫാക്ടർ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആറിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ആറിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആലോചിക്കുക. 1 ഒരു ഫാക്ടറാണ്. കാരണം 6/1 ചെയ്താൽ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടും. സോ ഇതൊരു ഫാക്ടറാണ്. 1 ഒരു ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 6/2 ചെയ്താൽ നമുക്ക് 3 എന്ന് പറയുന്ന നമ്പർ കിട്ടൂലേ? സോ 2 എന്താ? ഫാക്ടറാണ്. 2 ഒരു ഫാക്ടർ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് വൺ വരുന്നത് 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 കിട്ടുന്നു. ഓക്കെ അല്ലേ മക്കളെ? 6/3 2 ആണ്. അതായത് നമുക്ക് 2 നാച്ചുറൽ നമ്പർ ആയിട്ട് കിട്ടി. സോ 3 എന്താണ്? 3യും ഒരു ഫാക്ടർ ആണ്. നെക്സ്റ്റ് ഫാക്ടർ 6 തന്നെയാണ്. 6ന്റെ ഫാക്ടർ 6 തന്നെ. ഓക്കെ അല്ലേ മക്കളെ? സോ എ എന്ന് പറയുന്ന സെറ്റിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് 1 2 3 6 ആണ്. 1 2 3 6 ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ മക്കളെ? ആൻഡ് ബി ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ബി സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ ഇന്റീജർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 9. ഓക്കെ അല്ലേ മക്കളെ? ഇതിന്റെ റോസ്റ്റർ ഫോം എഴുതാനാണ് നമ്മളോട് ചോദ്യം പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ബി എന്ന് പറയുന്ന സെറ്റ് 2നും 9നും ഇടയിലുള്ള ഈവൻ ഇന്റീജേഴ്സ് ആണ്. ഇവിടെ 2 ഇൻക്ലൂഡഡ് ആണ്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ചിഹ്നമാണ് വന്നേക്കുന്നത്. സോ 2 നമുക്ക് ആദ്യം എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞുള്ള ഈവൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ മക്കളെ 4 ആണ്, 6, ഓക്കെ 8, അടുത്ത ഇന്റിജർ 10 ആണ്. പക്ഷെ 9 വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് ഈ സെറ്റുകളുടെ റോസ്റ്റർ ഫോം ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സാറേ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു. യെസ് മക്കളെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. കൺസിഡർ എ വെൻ ഡയഗ്രാം ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ്. നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ വെൻ ഡയഗ്രാം നോക്കാം കേട്ടോ. വെൻ ഡയഗ്രാം നോക്കാം. ഓക്കെ, അപ്പോൾ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് സെറ്റ് എ ബി റോസ്റ്റർ ഫോമിൽ എഴുതണം. ഇതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, വെൻ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ വെൻ ഡയഗ്രാം നമുക്കറിയാം. എ എന്ന് പറയുന്ന സെറ്റ് ഒരു സർക്കിൾ, ബി എന്ന് പറയുന്ന സെറ്റ് അടുത്ത സർക്കിൾ, യൂണിവേഴ്സൽ സെറ്റ് നമ്മളൊരു റെക്ടാംഗിളിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ മക്കളെ? സോ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് നോക്കാം. ഈ സർക്കിളിനകത്ത് വരുന്ന എലമെന്റ്സ് ആണ് എ എന്ന് പറയുന്ന സെറ്റിലുള്ളത്. അതായത് 3 4 6 10. അപ്പോൾ സെറ്റ് എ എന്ന് പറഞ്ഞാൽ 3 4 6 10 എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ മക്കളെ? ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് നമുക്ക് നോക്കാം. ഈ സർക്കിളിനകത്ത്, രണ്ടാമത്തെ സർക്കിളിനകത്ത് വരുന്ന മുഴുവൻ എലമെന്റ്സ് ആണ് നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റിൽ വരുന്നത്. യെസ്, അതായത് 2 3 4 8 11 ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആയിട്ട് വരുന്നത്. സോ എ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ബി ക്വസ്റ്റ്യൻ വെരിഫൈ എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി മോർഗാൻസ് ലോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു ലോ നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എ യൂണിയൻ ബി ഓൾ ഡാഷ് കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ, എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡാഷ് വന്നു കഴിഞ്ഞാൽ അത് യുയിൽ നിന്ന് കുറയ്ക്കണ്ടേ. യുയിൽ നിന്ന് എ യൂണിയൻ ബി കുറച്ചാലാണ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് കിട്ടുക. ഓക്കെ അല്ലേ മക്കളെ? സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. സോ എ യൂണിയൻ ബി
എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെന്റ്സ് ഒരൊറ്റ സെറ്റിലാക്കി എഴുതണം. ഓക്കെ അല്ലേ മക്കളെ? 2 3 4 6 8 10 11 ഇതാണ് നമ്മുടെ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ല മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും എലമെന്റ്സ് എ യൂണിയൻ ബിയിലുണ്ട്. ഇത് യുയിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? സോ ഇത് യുയിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നോക്കിയേ 2 3 4 6 8 2 3 4 6 8 10 ആൻഡ് 11. ഓക്കെ, ഈ എലമെന്റ്സ് ഒഴികെ യുയിലുള്ള എലമെന്റ്സ് എഴുതിയാൽ നമുക്ക് ഈ ഒരു സെറ്റ് കിട്ടും കേട്ടോ. ഓക്കെ, ഒഴികെയുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്, 5 ഉണ്ട്, 7 9 ആൻഡ് 12 13 ഇത്ര എലമെന്റ്സ് ആണ് നമ്മുടെ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന സെറ്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത റൈറ്റ് സൈഡിലെ ആ ഒരു സെറ്റ് നമുക്ക് നോക്കാം. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഓക്കെ, അപ്പൊ നമുക്ക് എ ഡാഷ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ഓക്കെ, ഒരെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. എ ഡാഷ് കണ്ടുപിടിക്കാം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ആണ്. ഓക്കെ, അപ്പോൾ യുയിൽ നിന്ന് എ കുറയ്ക്കാം. എയിലെ എലമെന്റ്സ് കുറച്ചാൽ മതി, നമുക്ക് എ ഡാഷ് കിട്ടും കേട്ടോ. എയിൽ എലമെന്റ്സ് ആയിട്ട് വരുന്നത് 3 4 6 10 ആണ്. നോക്കാം, 3 4 6 10 3 4 6 10 ഇതൊഴികെ യുയിലുള്ള എലമെന്റ്സ് ആണ് എ ഡാഷിൽ വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ യുയിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1 2 5 7 8 9 11 12 13 ഇത്രയും എലമെന്റ്സ് ആണ് നമ്മുടെ എ ഡാഷിൽ വരുന്നത് കേട്ടോ. എ ഡാഷിൽ വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ബി ഡാഷ് കണ്ടുപിടിക്കാം. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ യുയിൽ നിന്ന് എ മൈനസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ യുയിൽ നിന്ന് എ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം. സോറി, യുയിൽ നിന്ന് ബി. ഓക്കെ, യുയിൽ നിന്ന് ബി കുറയ്ക്കാം. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ യുയിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റ് മൈനസ് ചെയ്യാം. ഓക്കെ, യു നമ്മുടെ കയ്യിലുണ്ട്, ബി നമ്മുടെ കയ്യിലുണ്ട്. 2 3 4 8 11. ഓക്കെ, 2 3 4 8 ആൻഡ് 11 ഇത്രയും എലമെന്റ്സ് ഒഴികെ യുയിലുള്ള എല്ലാ എലമെന്റ്സും എന്തിൽ വരും? ബി ഡാഷിൽ വരും. ഓക്കെ, ഏതൊക്കെ എലമെന്റ്സ്? സെറ്റ് 1. ഓക്കെ, നെക്സ്റ്റ് വൺ വരുന്നത് 5 6 7 9 10 12 13 ഇത്ര എലമെന്റ്സ് ആണ് ബി കോംപ്ലിമെന്റിൽ വരുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. കോമൺ ആയിട്ടുള്ളത് 1 കോമൺ ആണ്, 5 കോമൺ ആണ്, 7 കോമൺ ആണ്, ഓക്കെ, 9 കോമൺ ആണ്, നെക്സ്റ്റ് വൺ 12 കോമൺ ആണ്, അതുപോലെ 13 കോമൺ ആണ്. ഓക്കെ അല്ലേ മക്കളെ? ആ എലമെന്റ്സ് നമുക്ക് എടുത്ത് എഴുതാം. 1 5 7 9 12 13 ഇത്രയും എലമെന്റ്സ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കിട്ടി. ഓക്കെ അല്ലേ മക്കളെ? നമ്മളുടെ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത് എ യൂണിയൻ ബി ഡാഷ് ആണ്, നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കണ്ടുപിടിച്ചു. മക്കളെ, ഈ രണ്ട് സെറ്റും സെയിം തന്നെയല്ലേ? സോ അത് ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അവസാനം എഴുതുക ഹെൻസ് പ്രൂവ്ഡ്. എന്താണ് നമ്മൾ തെളിയിച്ചത് എന്നുള്ള കാര്യം എഴുതുക. ഹെൻസ് പ്രൂവ്ഡ് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇത്രയുമാണ് നമ്മുടെ പ്രൂഫ് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ മക്കളെ, സി ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഡാഷിന്റെ എണ്ണമാണ് മക്കളെ. എണ്ണെന്ന് പുറത്ത് കണ്ടാൽ നിങ്ങൾ ആലോചിക്കുക, അതിന്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി എന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, അതാണ് എൻ ഓഫ് എ യൂണിയൻ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം?
എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഓൾ ഡാഷ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ മക്കളെ? എ ബി നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് നിങ്ങൾ വെൻ ഡയഗ്രം നോക്കിയാൽ അത് ഈസിലി മനസ്സിലാവും. എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് എന്താ മക്കളെ? യെസ്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 3-4 ആണ്. സെറ്റ് 3-4 ആണ്. ഓക്കെ, അപ്പോ എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി അല്ലെ? യുവിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നിങ്ങൾ നോക്കുക, യു നമ്മുടെ കയ്യിലുണ്ട്, എ ഇന്റർസെക്ഷൻ ബി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ യുവിൽ നിന്ന് ഇത് കുറക്കാൻ പറഞ്ഞാൽ മക്കളെ ഈ എലമെന്റ്സ് കോമൺ ആയിട്ടുള്ളത് നോക്കിയേ, രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് 3-4 ആണ്. 3-4 ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെന്റ്സും ഇവിടെ വരില്ലേ? എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ നോക്കിയേ? 1, 2, ഓക്കെ 3-4 ഇല്ല, ബാക്കി 5, 6, 7, 8, 9, 10, 11, 12, 13 ഇത്ര എലമെന്റ്സ് ഉണ്ട് മക്കളെ. ഇതിന്റെ എണ്ണം നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എലമെന്റ്സ് അല്ലേ? അപ്പോ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ? എന്താണ്? 11 ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? യെസ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. എയിലെ നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാൻ വെരി സിമ്പിൾ, 2 റേസ് ടു എത്ര എലമെന്റ്സ് ഉണ്ടോ അത് ചെയ്താൽ മതി അല്ലെ? എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് മക്കളെ? 3 എലമെന്റ്സ് ആണ്. സോ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2 റേസ് ടു 3 ആണ്, അതായത് 8 എലമെന്റ്സ്. സോ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് എ ഹാവിംഗ് 2 എലമെന്റ്സ്. ഓക്കെ അല്ലേ മക്കളെ? എയുടെ 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സബ്സെറ്റുകൾ വരുമ്പോൾ 2 എലമെന്റ്സിന്റെ സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാൽ 1, 2 ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, 2, 3 അടുത്ത സബ്സെറ്റ് ആണ്, 1, 3 അടുത്ത സബ്സെറ്റ് ആണ്. ഈ എല്ലാ സബ്സെറ്റുകളിലും 2 എലമെന്റ്സ് വീതമാണുള്ളത്. സോ ഇതിന്റെ എണ്ണം എത്ര? 3 എണ്ണം. സോ രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ, ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവരുടെ എണ്ണം 3 ആണ്. ജസ്റ്റ് നിങ്ങൾ ആ എണ്ണവും ഇത് എഴുതി വെച്ചേക്കാം കേട്ടോ. ഓക്കെ മക്കളെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് ദ ഗിവൺ സെറ്റ് എ ഈസ് സബ്സെറ്റ് ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് യു, then find a dash. മക്കളെ എ ഡാഷ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എ ഡാഷ് കണ്ടുപിടിക്കാൻ യുവിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് നോക്കിയാൽ മക്കളെ 1, 2, 3. അപ്പോൾ യു എന്ന് പറയുന്ന സെറ്റില് 1, 2, 3 ഉണ്ടോ നോക്കുക? 1, 2, 3 ഉണ്ട്. ഓക്കെ, 1, 2, 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ 1, 2, 3 ഒഴികെ യുയിലുള്ള ബാക്കി എലമെന്റ്സ് ആണ് നമ്മൾ എ ഡാഷിൽ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ യുയില് എയിലെ എലമെന്റ്സ് ഒഴികെ ബാക്കിയുള്ളത് 4, 5, 6 ആണ്. സോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 4, 5, 6 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താം. ഓക്കെ അല്ലേ മക്കളെ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഈ ഒരു 2023 സമയത്ത് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ? യെസ് മക്കളെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ such that x is a natural number 2 less than or equal to x less than or equal to 6. അതിന്റെ റോസ്റ്റർ ഫോം നമുക്ക് ആദ്യം എഴുതി നോക്കാം. ഓക്കെ അല്ലേ മക്കളെ? 2, 6 ഈ നമ്പേഴ്സിനിടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 3, 4, 5, 6. നമ്മൾ 2ഉം 6ഉം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സിമ്പിൾ നോക്കുക നിങ്ങൾ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ വരുന്നത്, യെസ്, ബി എന്ന് പറയുന്ന സെറ്റ് വരുന്നത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. ഓക്കെ മക്കളെ, പ്രൈം നമ്പർ 7നേക്കാൾ ചെറുത്. നമുക്കറിയാം 2, 3, 5 ആൻഡ് 7 ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന സിമ്പിൾ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സി ക്വസ്റ്റ്യൻ, സി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ യെസ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ സൊല്യൂഷൻ, ഈ ഒരു ഇക്വേഷനിൽ എക്സിന്റെ സൊല്യൂഷൻസ് ആണ് സി എന്ന് പറയുന്ന സെറ്റിൽ വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് ആദ്യം എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ -p പ്ലസ് ഓർ മൈനസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ മക്കളെ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ -p പ്ലസ് ഓർ മൈനസ് റൂട്ട് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a ഈ ഇക്വേഷൻ ഉപയോഗിക്കാം.
ഓക്കെ, ഈ ഇക്വേഷനിൽ ആദ്യം നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac ഒന്ന് കണ്ടുപിടിക്കാം. ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, ബിയുടെ വാല്യൂ വരുന്നത് -5 ആണ്. ഓക്കെ, -5ന്റെ സ്ക്വയർ -4 ഇൻറ്റു 1 ഇൻറ്റു സിയുടെ സ്ഥാനത്ത് 6 ആണ്. 25 മൈനസ് 24, ആൻസർ എന്താ 1 എന്ന് കിട്ടി. ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, അപ്പോൾ മൈനസ് ബി എന്ന് പറഞ്ഞാൽ -5 ആണെങ്കിൽ മൈനസ് ബി വെറും 5 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് 1 എന്ന് കിട്ടി. 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 എന്നാ വരിക. 2 ഇൻറ്റു 1 2 തന്നെ, കാരണം എയുടെ വാല്യൂ 2 അല്ലേ. ക്ലിയർ ആണല്ലോ. ഓക്കെ, യെസ്, അതായത് 5 പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് കിട്ടും കേട്ടോ എക്സിന്റെ വാല്യൂ. രണ്ട് വാല്യൂസ് കിട്ടും. ഓക്കെ, എക്സിന്റെ രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു 5 പ്ലസ് 1/2, 5 പ്ലസ് 1/2. എക്സ് ഇസ് ഈക്വൽ ടു 5 മൈനസ് 1/2. ഇവിടെ വരുന്നത് 6/2. എക്സ് വരുന്ന വാല്യൂ 6/2 ആണ്. 6/2 ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ വരുന്നത് 3 ആണ്. ഫസ്റ്റ് വാല്യൂ കിട്ടുന്നത് 3 ആണ്. ആൻഡ് ഇവിടെ എക്സിന്റെ വാല്യൂ വരുന്നത് 5 മൈനസ് 1/2 4/2 2. ഓക്കെ, അപ്പൊ എക്സിന് കിട്ടിയ സൊല്യൂഷൻസ് 1 3, അടുത്തത് 2 2 3 വരുന്നത്. സോ സി എന്ന് പറയുന്ന സെറ്റിന്റെ സൊല്യൂഷൻ സെറ്റ് 2,3, സെറ്റ് 2,3 എന്നാ വരെ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. ABC നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി ആണെന്നുള്ള ഐഡന്റിറ്റി ഒന്ന് തെളിയിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലിമെന്റ്സ് ഒരുമിച്ച് എഴുതാം. 2 3 4 5 6 7 ഇതാണ് എ യൂണിയൻ ബി വരുന്നത് കേട്ടോ. ഓക്കെ, യൂണിയൻ സി, എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ മക്കളെ ഈ ഒരു എ യൂണിയൻ ബി എന്ന സെറ്റിനെ സിയുമായിട്ട് യൂണിയൻ ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ, സിയിലെ എലമെന്റ്സ് 2 3 ആണ്. ഓക്കെ, അപ്പൊ എന്താ വരിക, ഈ സെറ്റ് തന്നെ വരിക 2 3 4 5 6 7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ, സെയിം ആൻസർ. ഇനി നോക്കുക, ഈ ഒരു റൈറ്റ് സൈഡ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ ബി യൂണിയൻ സി ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ബിയിലെയും സിയിലെയും എലമെന്റ്സ് ഒരുമിച്ച് എഴുതാം. 2 3 5 7 2 3 5 7 ഇതാണ് ബി യൂണിയൻ സി വരുന്നത്. അത് എയുമായിട്ട് യൂണിയൻ ചെയ്താൽ, എ യൂണിയൻ ബി യൂണിയൻ സി ചെയ്യുമ്പോൾ എയിലെയും ബി യൂണിയൻ സിയിലെയും എലമെന്റ്സ് ഒരുമിച്ച് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ, ഈസ് ഈക്വൽ ടു എയിലെ എലമെന്റ്സ്, ഇത് ബി യൂണിയൻ സി എലമെന്റ്സ് 2 3 4 5 7 5 and 6 7 ഇടാ. 6 7 6 കൊണ്ട് 6,7. ഓക്കെ അല്ലേ മക്കളെ, യെസ്. നമുക്ക് വേണ്ടിയിരുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡ്, ഈ ഒരു റൈറ്റ് സൈഡ്. നോക്കിയാൽ മക്കളെ, ഈ രണ്ട് സെറ്റുകളും ഒരുപോലെ അല്ലേ, രണ്ട് സെറ്റുകളും സെയിം തന്നെയല്ലേ. സോ ഇതും നമ്മൾ തെളിയിച്ചു. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ അല്ലേ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സാർ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്, എന്നാലും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ഒരുപോലെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലപോലെ പഠിക്കുക. ഓക്കെ.